കൊല്ലം ജില്ലയിലെ അഞ്ചൽ സ്വദേശിയായ മിഷണറി പ്രവർത്തകനാണ് രാജു തോമസ്. അമൂല്യമായ നിധി പോലെ സ്വജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞ രക്ഷാനുഭവം നമ്മോട് പങ്കുവയ്ക്കുകയാണ് പാസ്റ്റർ രാജു തോമസ്. ഹൃദയാന്തർഭാഗത്തുണ്ടായിരുന്ന ശൂന്യതകളെ മാറ്റിയ ദൈവം, ശുഭസുന്ദരമായ പ്രത്യാശയാൽ നിറച്ച ഹൃദ്യമായ അനുഭവ കഥ. യേശുക്രിസ്തു എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, ഞാൻ യേശുവിനെ സ്വീകരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒത്തിരി അനുഭവങ്ങൾ അത്ഭുതകരമായ അനുഭവങ്ങളാണ്. എൻ്റെ അപ്പച്ചനും അമ്മയ്ക്കും ഞങ്ങൾ 10 മക്കളായിരുന്നു. 10 മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. 3 പേര് മരിച്ചു പോയത് എനിക്ക് ഓർമ്മയില്ല. എന്നാൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ മരിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അങ്ങനെ 4 പേര് സഹോദരങ്ങൾ മരിച്ചുപോയി. ഇപ്പം ഞങ്ങൾ 6 പേരാണ്, 3 ആണും 3 പെണ്ണും ഇപ്പം ഞങ്ങൾ നിലവിൽ ഉണ്ട്. സാമ്പത്തികമായ ചുറ്റുപാടുകൾ വലുതായിട്ടില്ലെങ്കിലും എൻ്റെ അപ്പച്ചൻ ഒരു കഠിനാധ്വാനിയായിരുന്നു. നല്ല ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. അധ്വാനിച്ച് ഞങ്ങളെ എല്ലാവരെയും പുലർത്തി ഞങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ നൽകുവാനായിട്ട് ദൈവം സഹായിച്ചു. ഓരോ ദിവസങ്ങളിലും വളരെ അത്ഭുതകരമായ നിലയിലായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ. ഒരു ക്രിസ്തീയ അനുഭവത്തിലായിരുന്നു ഞങ്ങൾ വളർന്നുവെങ്കിലും യേശുവിനെ ഞങ്ങൾക്ക് ആ നിലവാരത്തിൽ അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. എങ്കിലും ഞങ്ങളുടെ പഠന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വളരെ സത്യമായ കാര്യമാണ്. ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ പലതരങ്ങളിലുള്ളതായ ജോലിയിലേക്ക് കടന്നു പോകാനായിട്ടിടയായി തീർന്നു. എന്നാൽ അവിടെയൊന്നും എനിക്ക് ഒരു സ്ഥിരമായ ഒരു അനുഭവത്തിലേക്ക് വരുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. 10ാം ക്ലാസ് ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി. ആ ഒരു ഗ്യാപ്പിൽ അന്നത്തെ ഇതനുസരിച്ച് ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും ഒക്കെ പഠിക്കാനുള്ള ക്രമീകരണം ചെയ്തു. എന്നാൽ അത് പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു, എന്നാൽ ഷോർട്ട് ഹാൻഡ് ഒരു ചില മാസങ്ങൾ മാത്രമേ പഠിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. അതും പിന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടിടയായിരുന്നു. പിന്നെ പ്രീ ഡിഗ്രിക്ക് ചേരുവാനായിട്ട് ഉള്ള അവസരം കിട്ടി. അങ്ങനെ പ്രീ ഡിഗ്രിക്ക് കഴിഞ്ഞു. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരെല്ലാം മറ്റ് തലങ്ങളിലേക്ക് ഡിഗ്രിക്കൊക്കെ പോയി. ഞാൻ തൊഴിൽ മേഖലയിലേക്ക് പോകാനുള്ള ക്രമീകരണം ചെയ്ത് ഞാൻ DMLT കോഴ്സ് ചേർന്നു. അവിടെ DMLT കോഴ്സ്, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, അത് പഠിച്ച് പാസ്സായി. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ എനിക്ക് മെയിൽ ടെക്നീഷ്യൻ എന്നുള്ളതായ ആ ഒരു നിലയിൽ എങ്ങും ഒരു ജോലി സാധ്യത ഇവിടെ എങ്ങും കിട്ടിയില്ല. ഞാൻ അഞ്ചലിലുള്ളതായ പല കോളേജുകളിലും പോയി പഠനം. അതിന് ശേഷമായിട്ട് ഓരോ ഹോസ്പിറ്റലുകളും, അഞ്ചലിലുള്ള പല ഹോസ്പിറ്റലുകളും ഞാൻ പോയി. അവിടെ ഒന്നും എനിക്കൊന്നൊരു പരിശീലനത്തിന് വേണ്ടി അവിടെ ഒരു വേക്കൻസി ഇല്ലായിരുന്നു. എന്നെ അവിടെ പരിശീലിപ്പിക്കാനുള്ള ആ ഹോസ്പിറ്റലിൽ ഒരു വേക്കൻസി ഇല്ലായിരുന്നു. അങ്ങനെ ആ ഒരു സമയം കൊണ്ട് മുമ്പോട്ട് പോയപ്പോഴാണ് എനിക്ക് മറ്റൊരു ചിന്തയിലേക്ക് എന്നെ ചിന്ത പോയത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ് തിയറി ഇല്ലാതെ വർക്ക്ഷോപ്പിൽ അതിൻ്റെ 4 വീല് വണ്ടികളുടെ ഇത് പഠിക്കാനായിട്ട് ആ ഒരു അവസരം കിട്ടി. അന്ന് ഈ ജീപ്പുകളുടെ വലിയ ഒരു പ്രളയ സമയമാണ്. ഇഷ്ടംപോലെ മഹേന്ദ്ര ജീപ്പിൻ്റെ കാലഘട്ടമായിരുന്നത്. അങ്ങനെ അഞ്ചലിലുള്ളതായ ഒരു ഗവൺമെൻറ് അംഗീകൃതമുള്ള ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ 1 വർഷം മെക്കാനിക്കൽ പഠിക്കാനായിട്ട് നിന്നു. ആ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ജീവിതത്തിൽ ഒരു കരിപുരണ്ട ജീവിതമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർക്ക്ഷോപ്പിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ DMLT പാസ്സായിട്ടാണ് ഇങ്ങനെ ആ ഒരു ഇതിന് പോയത്. എനിക്ക് ആ ടെക്നീഷ്യൻ കോഴ്സ് ലാബിൽ എക്സ്പീരിയൻസ് ലഭിക്കാൻ ഇല്ലാതിരുന്ന സമയത്താണ് ഞാൻ ഈ മെക്കാനിക്കൽ ഭാഗത്തേക്കും തിരിഞ്ഞത്. അവിടെ 1 വർഷം മെക്കാനിക്കൽ പണി പഠിക്കാനായിട്ട് അവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ പിള്ളേരെല്ലാം ഈ ജീപ്പിൻ്റെ ചേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി റോഡിലൂടെ ഉന്തിക്കൊണ്ട് പോയ സമയത്ത് എൻ്റെ കൂടെ ലാബ് പഠിച്ച ഒരു സഹോദരി അന്നേരം അതിലേക്കൂടെ വന്നു. അപ്പോൾ എന്നെ കണ്ടിട്ട് അറിഞ്ഞില്ല, പക്ഷേ ദൂരെ വെച്ച് എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, രാജു എന്താ ഇങ്ങനെ, ലാബ് പഠിച്ചതല്ലേ, ഫസ്റ്റ് ക്ലാസ് പാസ്സായതല്ലേ, എന്താ ഇപ്പം ഇങ്ങനെ? ഞാൻ പറഞ്ഞു, എനിക്കിതാ കിട്ടിയത്, എനിക്ക് വേറെ ഒരു ഹോസ്പിറ്റലിലും എക്സ്പീരിയൻസിനുള്ള സാഹചര്യം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു വഴി തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, പുനലൂർ ഒരു ഹോസ്പിറ്റലിൽ ചെന്നൊന്ന് അന്വേഷിച്ചാൽ അവിടെ അതിനുള്ള സാഹചര്യം ഉണ്ടാകും.
ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ഞാൻ വർക്ക്ഷോപ്പിലെ ആ ഒരു പഠിത്തം കഴിഞ്ഞിട്ട് ഈ കുട്ടി പറഞ്ഞതുപോലെ ഞാൻ പുനലൂർ ജയഭാരത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അവിടെ ടെക്നീഷ്യന്മാർ, മെയിൽ ടെക്നീഷ്യനാണ്, ലാബ് ടെക്നീഷ്യന്മാർ, അവരോട് ചെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ലാബ് പഠിച്ചു, ഫസ്റ്റ് ക്ലാസ്, എനിക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു. അവർ എന്തായാലും അതിനുള്ള ഒരു അവസരം ഒരുക്കി. 3 മാസം എനിക്ക് ആ ജയഭാരത് ഹോസ്പിറ്റലിലെ ലാബിൽ പരിശീലനം ലഭിക്കുവാനായിട്ടുള്ള ക്രമീകരണം അവർ ചെയ്തു തന്നു. എൻ്റെ മികവും എൻ്റെ ആ ഉത്സാഹവും എൻ്റെ കഠിനാധ്വാനവും അവർ കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു 3 മാസം കൂടെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ എക്സ്പീരിയൻസിനുള്ള അവസരങ്ങൾ ഒരുക്കി. ആ 6 മാസം ഞാൻ അവിടെ നിന്ന് അവരേക്കാൾ, ആ ടെക്നീഷ്യനേക്കാൾ കൂടുതലായിട്ട് മെച്ചമായ രീതിയിൽ ടെസ്റ്റുകൾ ചെയ്യുകയും അതിനുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു മിടുക്ക് എന്നിൽ അവർ കണ്ടപ്പോൾ ഒരു 3 മാസം കൂടെ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. അങ്ങനെ 9 മാസം ആ ജയഭാരത് ഹോസ്പിറ്റലിലെ ലാബിൽ എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് നിൽക്കാൻ ഇടയായി. അങ്ങനെ 1 വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഞാൻ പുറത്തേക്ക് വരുന്ന ഒരു സമയം. അപ്പോൾ ലാബിൽ നിന്നതായ സമയത്ത് അവിടെയുള്ളതായ മറ്റ് സ്നേഹിതരായിരിക്കുന്ന കുട്ടികൾ എന്നോട് പറഞ്ഞു, ഇവിടുന്ന് ആര് പ്രാക്ടീസ് കഴിഞ്ഞ് പുറത്തു പോയാലും കേരളത്തിന് വെളിയിൽ ജോലി ലഭിക്കുന്നവർക്ക് അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ അവരെ അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. ഞാൻ എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് ലാബ് ടെക്നീഷ്യനായിട്ട് കയറി. ഒരു 9 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്ത് വന്നു. അന്ന് കത്തുകൾ വരുന്ന സമയം, മൊബൈൽ അങ്ങനെയുള്ളതായ ഒരു സാഹചര്യങ്ങളൊന്നുമില്ല. ഒരു കത്ത് വന്നു മദ്രാസിൽ, അന്ന് മദ്രാസാണ് ഇപ്പോഴത്തെ ചെന്നൈ, മദ്രാസിൽ ഒരു വേക്കൻസി ഉണ്ട്, വരുന്നെങ്കിൽ ഇത്രയും വേഗം കയറുന്നു വരാനുള്ള ക്രമീകരണം ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഉടനെ ഹോസ്പിറ്റലിൽ റിസൈൻ ചെയ്ത് അവിടുത്തെ സാലറിയൊക്കെ വാങ്ങിച്ച് മദ്രാസിലേക്ക് പോകാനുള്ള യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അങ്ങനെ പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്നതായ ട്രെയിനിൽ കയറി. ആദ്യത്തെ എൻ്റെ ട്രെയിൻ യാത്രയാണത്. അന്ന് ടിക്കറ്റ് എന്ന് പറഞ്ഞത് ഒരു കാർഡ്ബോർഡിൻ്റെ ചെറിയ പീസ് എന്ന് പറയുന്നത് പോലെ ഒരു ടിക്കറ്റാണ് അവിടെ ഉള്ളത്, ഇപ്പോഴത്തെ ഉള്ള പേപ്പർ ബോർഡിലുള്ളതല്ല. ആ ടിക്കറ്റ് എടുത്ത് ഒരു രാത്രിയിൽ ഇരുന്ന് എഗ്മോർ എന്ന് പറയുന്നതായ സ്ഥലത്തിറങ്ങി. അവിടെ ഇറങ്ങി അവിടെ എനിക്ക് വേണ്ടി ആ ഒരു വേക്കൻസി പറഞ്ഞിരുന്നതായ ആ കുട്ടി അവിടെ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് അവിടെ എത്തിയില്ല. എനിക്കന്ന് തമിഴ് കൂടുതൽ വശവുമില്ല. ഉടനെ ഞാൻ അടുത്ത് നിന്ന ഒരു ആളോട് ചോദിച്ചു, ഇന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. ഉടനെ ഒരു ബസ് എനിക്ക് കാണിച്ചു തന്ന ആ പല്ലവൻ എന്ന് പറയുന്ന ആ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി ഇരുന്ന സമയത്ത് എന്നെ പിക്ക് ചെയ്യാനായിട്ട് ആ കുട്ടി വന്നു. അവരെന്നെ കൊണ്ടുപോയി ലാബിൽ അവിടെ ആക്കി. 90-91 കാലഘട്ടമാണ്. അവിടെ 2 വർഷം ജോലി നോക്കുവാനായിട്ടിടയായിരുന്നു. അപ്പോഴൊന്നും എനിക്ക് യേശുവുമായിട്ടുള്ള ആ ഒരു ബന്ധം എൻ്റെലേക്ക് കടന്നു വരുന്നില്ല. അങ്ങനെയുള്ള ആ ചിന്തയാണ് എന്നെ ഭരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ജോലി ചെയ്തു. അങ്ങനെ അവിടെ മദ്രാസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് പുനലൂരിൽ നിന്ന് ഒരു കത്ത് വന്നു. രാജുവിന് അവിടെ ജോലി ചെയ്യുന്ന ശമ്പളത്തിന് ഇവിടെ ജോലി ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാൻ വരുന്നു എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ ഓക്കെ പറഞ്ഞു. അവിടുന്ന് മദ്രാസിൽ നിന്ന്, അതായത് പാടിക്കടുത്താണ് ഞാൻ ജോലി ചെയ്തത്. മുഗാപ്പയർ ഈസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ അന്ന് 90-91 കാലഘട്ടത്തിൽ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ലഭിക്കുന്ന സാലറിയിൽ ഇവിടെ നാട്ടിൽ എനിക്കത് കയറാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് നിശ്ചയമായിട്ടും അവിടുന്ന് റിസൈൻ ചെയ്ത് അവിടുന്ന് പോന്നു. ഈ ജയഭാരതത്തിലെ ആ ടെക്നീഷ്യന്മാരാണ് ആ കാര്യം എനിക്ക് ഒരുക്കി തന്നത്. പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് എനിക്ക് ആ ജോലി ലഭിക്കുവാനായിട്ട് അത് ഇടയായിത്തീർന്നത്. ആ സമയത്ത് ലാബും പ്രൈവറ്റ് ലാബിൽ തന്നെ, ആ പ്രൈവറ്റ് ലാബ് അതിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം എനിക്ക് അക്കോമഡേഷൻ തന്നു. അതിനുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തു. പക്ഷേ ഫുഡ് നമ്മൾ തന്നെ ക്രമീകരിക്കണം. അതിനുള്ള ക്രമീകരണങ്ങൾ ഞാൻ തന്നെ പാചകം ചെയ്ത് കഴിക്കുന്ന ഒരു സമയം. 91-92 കാലഘട്ടത്തിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി ആളുകൾ ആയിട്ട് ഞങ്ങൾക്ക് ബന്ധമുണ്ട്. ഒത്തിരി ആളുകൾ അവിടെ ലാബിലൊക്കെ വരും. അങ്ങനെ ആളുകൾ ഈ ലാബ് നടത്തുന്ന ഒരു സാറ് പെന്തക്കോസ്തുകാരൻ, ഒരാൾ മർത്തോമക്കാരുമാണ്. അപ്പോൾ അവർ പല പ്രാവശ്യം ഞാൻ ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ തന്നെ ഫ്രീ ടൈമിൽ എന്നോട് പല കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പറയും. ഞാൻ ക്രിസ്തീയ അനുഭവത്തിലായിരുന്നുവെങ്കിലും ആ യേശുവിൻ്റെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ യേശു ആരാണ് എന്താണെന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത് ആ ടൈമിലാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്ന തിരുവചനം ഇദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചു. ഹൃദയാന്തർഭാഗത്തുണ്ടായിരുന്ന ശൂന്യതകളെ ദൈവം മാറ്റി. ശുഭസുന്ദരമായ പ്രത്യാശയാൽ നിറച്ച ദൈവിക അനുഭവങ്ങൾ. എനിക്ക് കിട്ടുന്ന സാലറി എനിക്ക് വീട്ടിൽ കൊടുക്കേണ്ടതായ ആവശ്യമില്ല. എൻ്റെ പപ്പ
കഠിനാധ്വാനിയാണ്. അങ്ങനെ ആ പണം കൊണ്ട് അവിടെ ഉപജീവനം കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് കൊടുക്കണമെന്ന് ഇല്ല. എന്നാൽ എൻ്റെ ഒരു വലിയ ഹോബിയായിരുന്നു സിനിമ. അത് സിനിമാ പ്രേമിയായിരുന്നു ഞാൻ ആ സമയം. എനിക്കിഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ ഒരു 7 പ്രാവശ്യം കണ്ട ഒരു അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ സിനിമയൊക്കെ എൻ്റെ ജീവിത അനുഭവത്തോട് ബന്ധത്തിലുള്ളതെന്നുള്ള ചിന്തയായിരുന്നു അന്ന് തന്നെ ഭരിച്ചിരുന്നത്. പിന്നെ മദ്യത്തിനോ മയക്കുമരുന്നിനോ മറ്റ് കഞ്ചാവുകൾക്കോ ഒന്നും അടിമയാകാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചില്ല. അതൊരു വലിയൊരു ഭാഗ്യമാണ്. എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് നല്ല ഒരു മദ്യപാനിയായിരുന്നു. നല്ല മദ്യപാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും മദ്യം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എൻ്റെ പപ്പ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിലുള്ള ജോലി ചെയ്യുന്നത് കൊണ്ട് അത് അദ്ദേഹത്തിന് അത് ഉപയോഗിച്ചെങ്കിലേ സാധ്യമാണ്. എന്നാൽ വീട്ടിൽ വലിയ അലമ്പുകളോ അങ്ങനെ ഒരു പ്രശ്നങ്ങളില്ല. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കുകയൊക്കെ ചെയ്യും. പക്ഷേ മുതിർന്ന് വന്നു കഴിഞ്ഞപ്പോഴാണ് പപ്പായുടെ, അല്ലെങ്കിൽ ഞാൻ ചാച്ച എന്നാണ് വിളിക്കുന്നത്, ചാച്ചൻ്റെ മദ്യപാനം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. കാരണം മറ്റാരും മക്കളായിരിക്കുന്ന ഞങ്ങൾ ആൺപിള്ളേരായാലും അങ്ങനെ ഒരു വഴിയിലേക്ക് പോയില്ല. ചാച്ചൻ നിത്യമായും മദ്യം കഴിക്കും. പല പ്രാവശ്യം ഞങ്ങൾ എൻ്റെ തലയിൽ കൈവച്ച് തന്നെ സത്യം ചെയ്തിട്ടുണ്ട്. എന്ന് രാത്രി കുടിച്ചിട്ട് വരും. അന്ന് വലിയ പാട്ടുകാരനാണ്. നാടൻ പാട്ടിന് നല്ല വാസനയുള്ള ഒരു പിതാവായിരുന്നു എൻ്റെ ചാച്ചൻ. അത് സ്കൂളിൽ പോകാനുള്ള സാഹചര്യം ചാച്ചന് ലഭിച്ചില്ലെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കാനുള്ള ഒരു അവസരമൊക്കെ ചാച്ചന് ലഭിച്ചിട്ടുണ്ട്. ഈ പരിചമുട്ട് കളി, നാടൻപുട്ട് പാട്ടുകളി, ഇതൊക്കെ സ്കൂളുകളിൽ പോയി പഠിപ്പിച്ച് അങ്ങനെ പ്രൈസുകൾ വാങ്ങിച്ചിട്ടുണ്ട്. എന്നാൽ മുതിർന്നു വന്നപ്പോൾ ഞാൻ ഏറ്റവും ഇളയതാണ്. അപ്പം മറ്റുള്ള സഹോദരങ്ങളും സഹോദരിമാരൊക്കെ ഉണ്ട്. അവർ മുതിർന്നു വന്ന സമയങ്ങളിൽ ചാച്ചൻ്റെ ഈ മദ്യപാനം അതൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തകർച്ച, ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും തന്നെ ഇല്ല. അതാത് ദിവസങ്ങളുള്ള കാര്യങ്ങൾ കടന്നു പോകുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ തോന്നിയ ഒരു സാഹചര്യമുണ്ട്. പല ചിന്തകൾ അങ്ങനെ തന്നെ ഭരിക്കുവാനിടയായി. ഈ കുടിയൻ്റെ മക്കളെ ആര് കല്യാണം കഴിക്കും, അവർക്ക് ആര് പെണ്ണു കൊടുക്കും, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഭരിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു വല്ലായ്മ വരുവാനിടയായി. അപ്പോൾ ഞാൻ പത്തനാപുരത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് സാലറി ലഭിക്കുന്നുണ്ട്, ഞാൻ തന്നെ ഫുഡ് വെക്ക് കഴിക്കുന്നുണ്ട്, അത്യാവശ്യം സിനിമകളെല്ലാം കാണുന്നുണ്ട്, മറ്റ് തിലങ്ങളിൽ പോകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ ആ സമയങ്ങളിലും എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു ശൂന്യത നിഴലിടുവാനിടയായി. ആ സമയങ്ങളിൽ ഈ ലാബിലെ ഡയറക്ടേഴ്സ് പലപ്പോഴും എന്നെ അവരുടെ പ്രാർത്ഥനയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഒരു മുഴുരാത്രി പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചു. ഞാൻ ലാബെല്ലാം ക്ലോസ് ചെയ്ത് 6:30 ആയപ്പം, വൈകിട്ട് രാത്രി 6:30 ആയപ്പോൾ ലാബ് ക്ലോസ് ചെയ്തിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ വണ്ടി കൊണ്ടുവരാം, രാജു വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാനതനുസരിച്ച് പത്തനാപുരത്ത് നിന്ന് പുനലൂരാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. പുനലൂർ AG ചർച്ചിൻ്റെ, അസംബ്ലി ഗോഡ് ചർച്ചിൻ്റെ ഒരു വർക്ക് അവിടെ ഉണ്ട്, ടൗൺ ചർച്ചിൽ. അന്നത്തെ പാസ്റ്ററായിരുന്നത് ജോൺ മാർക്ക് എന്ന് പറയുന്ന ഒരു ദേവദാസനാണ്. അവിടെ മുഴുരാത്രി പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ടൈമിൽ ഞാൻ കടന്നുപോയി. നിങ്ങളൊരു 3 മണി വരെ ആയിരിക്കും, അവിടുന്ന് പിന്നെ തിരിച്ചിഞ്ഞു പോരും. അങ്ങനെ ഓരോ ദിവസവും ഞാൻ കഴിഞ്ഞു. പിന്നെ അവരുടെ യുവജന മീറ്റിങ്ങുകളിലേക്ക് എന്നെ ക്ഷണിക്കാനായിട്ടിടയായി. CA ക്രൈസ്റ്റ് അംബാസിഡേഴ്സ് എന്ന് പറയുന്ന AG ചർച്ചിൻ്റെ യുവജന മീറ്റിങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചു. അത് ശനിയാഴ്ച വൈകുന്നേരങ്ങളിലാണ് ആ മീറ്റിംഗ്. ഞാൻ ആ സമയങ്ങളിൽ എന്നെ കൊണ്ടുപോകാൻ അവർ വരും. ഞാൻ മീറ്റിംഗ് സംബന്ധിച്ചു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി യുവജനങ്ങളുണ്ട്, ഒത്തിരി പ്രോഗ്രാമുകൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവസാനം അവർ അനൗൺസ്മെൻറ്റ് ചെയ്യും, ഇനി അടുത്ത ആഴ്ചയിലേക്കുള്ള പ്രോഗ്രാമിന് ആർക്കും പങ്കെടുക്കാം. അപ്പോൾ ഞാൻ ആ സഭയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് ഞാൻ കേട്ട് ഇരിക്കുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ആർക്ക് വേണേലും പങ്കാളിയാകാം, എന്ത് പ്രോഗ്രാമും ചെയ്യാം. അപ്പം ജന്മനാ ഒരു അനുഭവം, ജന്മസിദ്ധമായ ഒരു കഴിവ് ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് പാട്ടുപാടാനുള്ള ഒരു പ്രചോദനം എനിക്ക് ലഭിക്കാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ആ CA മീറ്റിങ്ങിൽ ഞാൻ പോയി പാട്ടുകൾ പാടിയപ്പോൾ നല്ല കൈയടിയൊക്കെ ലഭിച്ചു. അതിൻ്റെ പിന്നിൽ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ പിന്നെ 119 സങ്കീർത്തനങ്ങൾ, അതിൻ്റെ 16 വാക്യം കാണാതെ പറയാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അതെല്ലാം ഞാൻ ആ സമയങ്ങളിൽ 92, 93 കാലഘട്ടത്തിൽ നന്നായി പഠിച്ചത് അവിടെ പ്രോഗ്രാം അവതരിപ്പിച്ചു. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരു ദൈവിക ഉദ്ദേശം ഉണ്ടെന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അവരെന്നെ ആരാധനയ്ക്കായിട്ട് ക്ഷണിച്ചു. അപ്പോൾ എനിക്കൊരു ഞാനൊന്ന് പുറകോട്ടൊന്ന് വലിഞ്ഞു. ആരാധനയ്ക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുവാനാണ്. കാരണം ഞാൻ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഞാനൊരു പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ട് തോന്നി. ഞാൻ പോയില്ല. അങ്ങനെ ഇരിക്കുന്നതായ സമയങ്ങളിൽ എന്തോ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമാകുന്ന ശൂന്യത വരുന്നു.
ജോലി ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം ഞാൻ വിശ്രമിക്കുന്നതായ സമയത്ത് എന്തോ ഒരു ശൂന്യത എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, പുനലൂർ ഞാൻ ഈ പ്രാക്ടീസിന് നിന്നതായ സമയത്ത് പുനലൂർ ബദേൽ ബൈബിൾ കോളേജിലെ സ്റ്റുഡൻസ് ഒരു പ്രയർ ഗ്രൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പുനലൂർ. അവരിങ്ങനെ വന്ന് ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കും, അവർ പാട്ട് പഠിപ്പിക്കും, പ്രാർത്ഥിക്കും, അവരെങ്ങനെ കടന്നു പോകും. പക്ഷേ അന്ന് പഠിപ്പിച്ച ഒരു ദൈവദാസനുണ്ട്. ഇന്ന് ദൈവദാസനാണ് അദ്ദേഹം സാംസൺ കോട്ടൂർ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. അന്ന് അദ്ദേഹം ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ വന്ന് ഈ പ്രയർ ഗ്രൂപ്പിൽ പാട്ട് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന അവരുടെ ആ ഒരു രീതിയിൽ. പക്ഷെ അദ്ദേഹം അന്ന് പഠിപ്പിച്ച 2 പാട്ട് ഇന്നും എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വളരെ ടച്ച് ചെയ്തുകൊണ്ടിരുന്ന പാട്ടാണ്. അന്നൊന്നും ഞാനത് ആരെയും അറിയിച്ചില്ല, ആരെയും അത് കാണിച്ചതുമില്ല. സ്നേഹച്ചങ്ങലയാൽ താതൻ എന്നെ ബന്ധിച്ചു എന്നുള്ളൊരു പാട്ടാണത്. ഭയങ്കരമായ ആഴമായേറിയ ഒരു പാട്ടാണ്. സ്നേഹച്ചങ്ങലയാൽ താതൻ എന്നെ ബന്ധിച്ചു. അതുപോലെ സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവറി മലയിൽ എന്നുള്ളത്. ആ പാട്ടിൻ്റെ ഒരു വരി ഞാൻ പാടുന്നത് എനിക്കൊരു സന്തോഷമാണ്. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവറി മലയിൽ, ദൈവസ്നേഹത്തിൻ്റെ ധ്വനി ഞാൻ കേട്ടു കാൽവറി മലയിൽ. ആ പാട്ട് അന്ന് 89, 88 കാലഘട്ടത്തിൽ ഞാനത് കേട്ടു. എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വളരെ ടച്ച് ചെയ്യുകയുണ്ടായി. അന്നൊന്നും പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോയില്ല. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു, അതും എന്നെ വളരെ ആകർഷിക്കുവാനായിട്ടിടയായി തീർന്നു. പിൽക്കാലത്ത് അത് ഞാൻ പിന്നെ മനസ്സിലാക്കിയത്, ആ സ്നേഹച്ചങ്ങലയാൽ ആ താതൻ എന്നെ ബന്ധിച്ചത് അന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയൊരു മാറ്റത്തിന് കാരണമായി. ഇന്ന് അദ്ദേഹം ആ പാട്ട് പഠിപ്പിച്ച അദ്ദേഹം എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഒരു ദൈവദാസനായി സാംസൺ കോട്ടൂർ എന്ന് പറയുന്ന ആ ദൈവദാസൻ അവിടെ വർക്ക് ചെയ്യുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്തു. ആ സമയങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഉള്ളിൽ ഒരുപാട് ഭയങ്ങൾ, നിരാശകൾ വരുന്നു. അത് ഇതാണ്, നിൻ്റെ അപ്പൻ, എൻ്റെ ഹൃദയത്തോട് പറയും, നിൻ്റെ അപ്പൻ ഇങ്ങനെ മദ്യപാനിയാണല്ലോ, നീ ഇങ്ങനെ നിൽക്കുന്നു, അപ്പം അതിന് എന്തോ ഒരു സമാധാനം, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത എന്നെ ഭരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താ അതിനൊരു മാർഗം എന്നുള്ള ചിന്തയിലേക്ക് എന്നെ ഭരിക്കുമിടയായി തീർന്നു. വളരെ നിരാശയുടെ അനുഭവത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുവാനിടയായി. ഞാൻ ഈ ക്രിസ്മസ് ടൈമിൽ, ഓണത്തിൻ്റെ ആ സമയങ്ങളിലൊക്കെ ഞാൻ അവധി എനിക്ക് ലഭിക്കുമ്പോൾ ഞാൻ വീട്ടിൽ പോകും. ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ചുറ്റുപാടുമുള്ള ഭവനത്തിലുള്ള എൻ്റെ സ്നേഹിതർക്ക് ക്രിസ്മസ് കേക്കായി ഒരു 10 കേക്ക് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും. അന്ന് ആ സമയങ്ങളിൽ അങ്ങനെ എനിക്ക് സാമ്പത്തികമായ എൻ്റെ ആ ഒരു അനുഭവം ഉണ്ടായതുകൊണ്ട്, കാരണം അടുത്തുള്ള സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ ഒരു സമയം അങ്ങനെ മുമ്പോട്ട് നീങ്ങിയത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. പക്ഷേ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ജോലിയിൽ നിരാശയുടെ മുമ്പിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നു. അതിൻ്റെ പിന്നിൽ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഒരു ദിവസം എൻ്റെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ടായി. എന്താണ് ഇനി ചെയ്യുന്നത്, ഇനി ജീവിക്കണോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരാനായിട്ടിടയായി തീർന്നു. അപ്പം ഞാൻ ആ താമസിക്കുന്ന ബിൽഡിങ്ങിൽ അവിടെ വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓഫീസുണ്ട്. അവിടുത്തെ ഡ്രൈവർ എറണാകുളംകാരൻ, അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടും മുകളിലെ താഴത്തെ നിലയിലായിട്ട് താമസിക്കും. അദ്ദേഹം പലപ്പോഴും എൻ്റെ റൂമിലേക്ക് ഇറങ്ങി വരാറുണ്ട്. അങ്ങനെ ഞാൻ വളരെ നിരാശനായിരിക്കുന്ന ഒരു അനുഭവം കണ്ടപ്പോൾ, എന്താ സാറേ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോഴും എനിക്കൊന്നും പറയാനില്ല. പക്ഷെ അദ്ദേഹം സംസാരിച്ച് കടന്നുപോയി. അന്ന് രാത്രിയിൽ ഒരു ദൈവവചനം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ബൈബിൾ വായിക്കാറുണ്ട്, പക്ഷേ ആ ഒരു വചനം എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നുള്ള വചനം. സങ്കീർത്തനം 34:18 ആ വാക്യം കിടക്കുന്നത്. അന്ന് എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ അങ്ങ് പിടിച്ചു കുലുക്കുവാനിടയായി. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു എന്നുള്ള. അപ്പോൾ ഇതിൻ്റെ അർത്ഥമോ എൻ്റെ പശ്ചാത്തലങ്ങളോ ഒന്നും എനിക്കറിയത്തില്ല. അന്ന് രാത്രിയിൽ ഒത്തിരി നേരമായി ഞാൻ ഉറങ്ങാതെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ ഞാൻ എൻ്റെ ഡ്യൂട്ടിക്ക് പോയി. ഞാൻ ഡ്യൂട്ടിക്ക് കയറി ജോലി ചെയ്തുകൊണ്ടിരുന്നു. പിന്നെയും രാത്രിയിൽ വരുമ്പോൾ ഈ വചനം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ വരുന്ന ദൈവദാസന്മാർ അല്ലെങ്കിൽ അവിടെ വരുന്ന സഹോദരന്മാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. അവരങ്ങനെ കടന്നുപോയി. ഞാൻ താമസിക്കുന്നതിന് തൊട്ടപ്പുറത്തായിട്ട് ഒരു റൂമിൽ
ഒരു പ്രയർ ഗ്രൂപ്പ് അവിടെയും അവർ വന്ന് തുടങ്ങിയവനുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് യേശു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ളതായ ഒരു അനുഭവം വന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം പ്രയർ ഗ്രൂപ്പ് ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ വന്നൊരു പ്രയർ ഗ്രൂപ്പ് തുടങ്ങി. അവർ പ്രാർത്ഥിക്കാനായിട്ടുള്ള ക്രമങ്ങളിൽ ചെയ്തു. ഓരോരുത്തരും വന്ന് പറഞ്ഞു, ചിലർ രാജു എന്ന് വിളിക്കും, ചിലർ സാധ എന്ന് വിളിക്കും. അങ്ങനെ പറഞ്ഞു, രാജുവിനെ യേശു സ്നേഹിക്കുന്നു എന്ന് പറയാണ്ടായി. ഞാൻ പറഞ്ഞു, ഞാനും യേശുവിനെ സ്നേഹിക്കുന്നു. എന്തു തന്നെയാണെങ്കിലും അവർ പറഞ്ഞ ആ വാക്ക് എൻ്റെ ഉള്ളിൽ പിന്നെയും അത് ടച്ച് ചെയ്യുവാനിടയായി. യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലെ ആ ശൂന്യതയ്ക്കൊരു മാറ്റം വരുവാനിടയായി. എന്തു തന്നെയാണെങ്കിലും യേശുവിനെ ഒന്ന് രുചിച്ചറിയണമെന്നുള്ള ആ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ ലാബിലെ ഡയറക്ടർമാരോട് പറഞ്ഞു, ഞാൻ ജോലി എനിക്ക് വേണ്ട, ഞാൻ യേശുവിനെ എൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. ഞാൻ അനുഭവിച്ച വേദന, അതിൽ നിന്ന് എനിക്ക് വിടുതൽ നൽകിയ, സമാധാനം നൽകിയ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കൊന്ന് പ്രസൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ബൈബിൾ കോളേജിൽ പോകാനുള്ള ക്രമീകരണം ചെയ്യുകയാണ്. അതിനുള്ളതായ അവസരങ്ങൾ തരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ജോലി ചെയ്തുകൊണ്ട് ബൈബിൾ പഠിക്കേ. എനിക്കതിന് ബുദ്ധിമുട്ട് തോന്നി. ഞാൻ അവിടെ ജോലി രാജിവെച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് കടന്നുപോയി. അതെല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ട്, പറയാനുള്ള സമയം ഇപ്പോഴും എൻ്റെ മുമ്പിലില്ല. ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് 94-90 കാലഘട്ടങ്ങളിൽ 95-96 കാലഘട്ടങ്ങളിൽ ബൈബിൾ പഠിച്ച് ഒരു പാസ്സാകണമെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല. സുവിശേഷം പറയണം എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവം എന്നെക്കുറിച്ചുള്ള പദ്ധതി അങ്ങനെയായിരുന്നില്ല. അങ്ങനെ ബൈബിൾ കോളേജ് പഠനം കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് ഹൈ റേഞ്ചിലെ ഭാഗത്ത് ശുശ്രൂഷയ്ക്കാണ് കടന്നുപോയത്. അവിടെ ഒരു സഭയുടെ ചാർജായി സുവിശേഷം ഇന്നും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ കാരേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്നത്. ഭാര്യ ജെസി, 3 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് യേശു വന്നത് നിമിത്തം എൻ്റെ ജീവിതം വളരെ അനുഗ്രഹിക്കപ്പെടുവാനും അഭിവൃദ്ധി പ്രാപിക്കുവാനും ഈ ലോകത്തിൻ്റെ തിന്മയിൽ നിന്ന് അത് മാറി നിത്യമായ അനുഭവങ്ങളെ പ്രാപിക്കുവാനും ഇടയായി തീർന്നത് ആദ്യ സമയങ്ങളിൽ എന്നോട് പലരും പറഞ്ഞതായ അല്ലെങ്കിൽ പാട്ടുകളും അതുപോലെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ഉണ്ടായ ആളുകൾ ചെയ്ത ആ ഒരു അനുഭവമാണ് പിൽക്കാലത്ത് ഇങ്ങനെ യേശുവിനെ അറിഞ്ഞു ജീവിക്കുവാനും മറ്റുള്ളവരോട് യേശുവിനെ പറയുവാനുള്ള അവസരം ദൈവം എനിക്ക് നൽകിയത്. അത് ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. അങ്ങനെ ഈ സന്തോഷത്തിൽ നിലനിൽക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. ഇന്ന് എൻ്റെ മാതാവും പിതാവും ജീവിച്ചിരിപ്പില്ല. അവരും യേശുവിനെ അറിഞ്ഞാണ് മരിക്കുവാൻ ഇടയായിത്തീർന്നത്. കൃപയിൽ എല്ലാവരെയും കർത്താവ് നിലനിർത്തുവാനായിട്ട് കർത്താവ് അവസരം നൽകി. ആ സന്തോഷത്തിൽ പിന്നെയും മുൻപോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മുടെ ജീവിതം അനുഗ്രഹപൂർണ്ണമായി തീരും, സമാധാനപൂർണ്ണമായി തീരും, സന്തോഷപൂർണ്ണമായി തീരും. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളല്ല, നമുക്ക് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരാൻ, നിത്യതയുടെ അനുഭവം കരസ്ഥമാക്കുവാൻ കർത്താവ് ആ യേശു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. യേശുവിൻ സ്നേഹം പകർന്നിടുവാൻ